നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ ഓരോ വോട്ടറും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വലിയ ജനാധിപത്യ ഉത്സവത്തിന് ഇനി അധികം നാളുകളില്ല. അപ്പോ 2025-ലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് നമുക്ക് നേരെ കടക്കാം. ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു, തീയതികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ശരിക്കും ആഘോഷത്തിന്റെ നാളുകളാണ്. അതെ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം. എന്തുകൊണ്ടാണ് ഇതൊരു വല്ലാത്ത സംഭവമായിരിക്കും എന്ന് പറയുന്നത്? നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. കാരണം എന്താണെന്ന് വച്ചാല്, കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രക്രിയ മാത്രമല്ല, അതൊരു ഉത്സവമാണ്. നാടും നഗരവും ഒരുപോലെ ഉണരുന്ന, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ ആഘോഷം. നമ്മൾ മലയാളികളുടെ ആ ഒരു ഉയർന്ന പൗരബോധം, പിന്നെ ജനാധിപത്യത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം, ഇതൊക്കെയാണ് ഓരോ ഇലക്ഷനെയും ഒരു ഉത്സവമാക്കി മാറ്റുന്നത്. ഇപ്പോ ഇതാ ആ ഗംഭീരമായ ആഘോഷത്തിലേക്ക് നമ്മുടെ പത്തനംതിട്ട ജില്ലയും പൂർണ്ണമായും തയ്യാറെടുക്കുകയാണ്. ശരി, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാമല്ലേ? ഈ ജനാധിപത്യ ഉത്സവത്തിന്റെ ഔദ്യോഗിക തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാവരും ഓർത്തുവെക്കേണ്ട ആ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു വലിപ്പമൊന്നു നോക്കിക്കേ. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 10.5 ലക്ഷത്തിലധികം വോട്ടർമാരാണ് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 10,54,752 പേർ. ഈ തീയതികളൊക്കെ നിങ്ങളുടെ കലണ്ടറിലൊന്ന് മാർക്ക് ചെയ്തു വെച്ചോളൂ. 2025 ഡിസംബർ 9, അതായത് ഒരു ചൊവ്വാഴ്ചയാണ് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി ഫലമറിയാൻ അധികം കാത്തിരിക്കുകയൊന്നും വേണ്ട. അതേ ആഴ്ച തന്നെ ഡിസംബർ 13 ശനിയാഴ്ച രാവിലെ മുതൽ വോട്ടെണ്ണൽ തുടങ്ങും. അപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വല്ലാത്ത സംഭവം, എന്തുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്രയധികം ശ്രദ്ധ നേടുന്നത്? വെറുമൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം ഇതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന ആ അതിവിപുലമായ ജനപങ്കാളിത്തം തന്നെയാണ്. ഇത് വെറും വോട്ടിംഗ് ശതമാനത്തിന്റെ ഒരു കണക്ക് മാത്രമല്ല കേട്ടോ. ചായക്കടകളിലും വീടുകളിലുമൊക്കെ നടക്കുന്ന സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ ഇതിന്റെ ഭാഗമാണ്. രണ്ടാമത്തേത്, വോട്ടർമാരുടെ ഉയർന്ന പൗരബോധം. സ്ഥാനാർത്ഥികളെയും അവരുടെ വാഗ്ദാനങ്ങളെയും വളരെ സൂക്ഷ്മമായി വിലയിരുത്താനുള്ളൊരു കഴിവ് നമുക്കുണ്ട്. മൂന്നാമതായി, ജനാധിപത്യ മൂല്യങ്ങളോടുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസം. അപ്പോ ഈ 3 ഘടകങ്ങളും കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾക്ക് ഒരു ആഗോള ശ്രദ്ധ തന്നെ കിട്ടും. അപ്പോ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും അറിയിപ്പുകളും എവിടെ നിന്ന് കിട്ടുമെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? പേടിക്കേണ്ട, അതിനും കൃത്യമായ സംവിധാനമുണ്ട്. ദാ ഈ കാണുന്ന വെബ്സൈറ്റ് അഡ്രസ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online/പത്തനംതിട്ട. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ വെബ്സൈറ്റിലൂടെ പത്തനംതിട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് തത്സമയം അറിയാൻ പറ്റും. അപ്പോൾ ആ വലിയ ജനാധിപത്യ ഉത്സവത്തിന് പത്തനംതിട്ട പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോ വോട്ടും വളരെ നിർണായകമാണ്. നാടിന്റെ ഭാവിയെ തന്നെ രൂപപ്പെടുത്താൻ ശക്തിയുള്ള